നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്ത് വന്ന കപ്പൽ സാൻ ഫെർണാണ്ടോ അതിന്റെ മടക്കയാത്ര വൈകുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അവർ പൂർണ്ണമായും വിശദീകരണങ്ങൾ പുറത്ത് വിടുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ കണ്ടെയ്നറുകൾ ഇറക്കാൻ വൈകുന്നതാണ് ഇതിന് കാരണം എന്നാണ് മനസ്സിലാകുന്നത്. വളരെ പതുക്കെയാണ് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറങ്ങുന്നത്. അതിനാൽ കൂടുതൽ സമയം ചരക്ക് ഇറക്കാനായി ആവശ്യം വരും. ട്രയൽ റൺ ആയതുകൊണ്ടാണ് ഇത്. 1000-ഓളം കണ്ടെയ്നറുകൾ ഇതുവരെ ഇറക്കിയിട്ടുണ്ടെന്നാണ് വിവരം. കണ്ടെയ്നർ ഇറക്കുന്നത് പൂർത്തിയായാൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ സാൻ ഫെർണാണ്ടോ തീരം വിടും. 15-നാണ് സാൻ ഫെർണാണ്ടോയുടെ കൊളംബോ തീരത്തെ ബർത്തിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. കപ്പൽ മടങ്ങുന്നത് അനുസരിച്ച് വിഴിഞ്ഞത്തിറക്കിയ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ ഫീഡർ കപ്പലുകൾ എത്തും. ഈ ചരക്ക് നീക്കവും കരുതലോടുകൂടിയാകും ചെയ്യുക. അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും വിഴിഞ്ഞത്ത് എത്താനുണ്ട്. വികസന ലക്ഷ്യം പൂർത്തിയാക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഒരുക്കൽ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന പരാതി ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വികലമായ ധനവിനിയോഗവും പണക്ഷാമവും വികസനത്തെ പിന്നോട്ട് വലിക്കുകയാണെന്നാണ് ആശങ്കയും പരക്കെ ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് ചരക്ക് കപ്പലിന്റെ മടക്കം വൈകുന്നത്. കരവഴിയുള്ള ചരക്ക് നീക്കത്തിന് വേണ്ട യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല. നിലവിൽ കടൽ മാർഗം എത്തുന്ന ചരക്കിൽ 16% കരവഴി നീങ്ങുന്നത് എന്നാണ് കരുതുന്നത്. എന്നാൽ അതിനുള്ള യാതൊരു സൗകര്യങ്ങളും ഒരുക്കാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞിട്ടുമില്ല. മദർഷിപ്പിലെത്തുന്ന വമ്പൻ കണ്ടെയ്നറുകൾ കരമാർഗം ലക്ഷ്യത്തിലെത്തിക്കാൻ നിലവിൽ ഫലപ്രദമായ മാർഗങ്ങളൊന്നുമില്ല എന്നും ആക്ഷേപമുണ്ട്. NH ബൈപ്പാസിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന 4-വരി പാത പൂർത്തിയാകാൻ 1.5 വർഷത്തോളം സമയമെടുക്കും. തുറമുഖത്ത് നിന്നും 15 മുതൽ 30 മീറ്റർ ആഴത്തിൽ ബാലരാമപുരത്ത് എത്തിച്ചേർന്ന ഭൂഗർഭ റെയിൽപാത അനിശ്ചിതത്വത്തിന്റെ മണ്ണുമൂടി കിടക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ കൈവശം പണമില്ലാത്തതിനാൽ സ്ഥലം ഏറ്റെടുപ്പ് പോലും വെല്ലുവിളിയാണ്. കൊങ്കൺ റെയിൽവേയുമായി നിർമ്മാണ കരാർ ഒപ്പുവെച്ചിട്ടുമുണ്ട്. ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഔട്ടർ റിംഗ് റോഡ് സ്ഥലം ഏറ്റെടുപ്പ് പോലും പൂർത്തിയായിട്ടില്ല. ഇതോടെ ഔട്ടർ റിംഗ് റോഡ് ചേർന്ന 8 സാമ്പത്തിക മേഖലകളിലായി 34,000 കോടി രൂപയുടെ ഔട്ടർ ഏരിയ ഗ്രോത്ത് റോയിഡോർ പദ്ധതിയും അനിശ്ചിതത്തിലാണ്. എന്തായാലും അനിശ്ചിതത്വം തുടരുകയാണ്. പക്ഷെ അപ്പോഴായിരുന്നു കൊട്ടിഘോഷിച്ചുള്ള കഴിഞ്ഞ ദിവസത്തെ ഉദ്ഘാടനം. ഈ ഉദ്ഘാടനത്തിന്റെ ചിലവ് മതി എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടെങ്കിലും ചെയ്യാനെന്നാണ് പലരും ആക്ഷേപിക്കുന്നത്. എന്തായാലും മാൻട്രാക്ക് പണി തുടങ്ങിയോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല.